ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ പുളിശ്ശേരിയാണ് ആക്കുന്നത്. കുമ്പളങ്ങ വെച്ചിട്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കട്ട തൈര് എടുത്തിട്ടുണ്ട്. മേടിച്ച തൈരാണ് കേട്ടോ. പിന്നെ ഒരു അരമുറി തേങ്ങയും ഒരു പച്ചമുളക് അരയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇച്ചിരി മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ, പിന്നെ താളിപ്പിനുള്ള കടുകും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ നല്ല ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മീഡിയം സൈസ്, ഓക്കെ, തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ഒരു 2 വിസിൽ കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പുളിശ്ശേരിയൊക്കെ ആക്കുമ്പോൾ വെള്ളം വളരെ കുറവ് എടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കറി അങ്ങ് ലൂസായി പോവും. ഇതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ അത്ര തന്നെ വേണ്ട, അത്രേ വെള്ളം ആവശ്യമുള്ളൂ. അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഇത്രയും വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വെള്ളമായാലും പുളിശ്ശേരീൻ്റെ ആ ഒരു ടെക്സ്ചറേ മാറിക്കിട്ടും. നമുക്ക് ഇച്ചിരി കൊഴുപ്പിൽ നല്ലൊരു ചോറിനൊഴിക്കേണ്ട പാകത്തിലാണ് ഞാൻ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വിസിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ അരപ്പിന് വേണ്ടിയില്ല തേങ്ങ ഒന്ന് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ തേങ്ങ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ അരപ്പാണ് മെയിനായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് തന്നെ. മെയിൻ നമ്മൾ ചേർക്കേണ്ടത് അരപ്പാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണിന് കുറച്ചധികമായിട്ടുണ്ട്. ഓക്കെ, ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനുസ് അരച്ചെടുക്കണം. നല്ല വളരെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പല നാട്ടിലും പലതരത്തിലാണല്ലേ പുളിശ്ശേരിയൊക്കെ ആക്കുക. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നമ്മൾ സ്റ്റൈലിലേ ആയിരിക്കില്ല ആക്കുന്നത്. അതുപോലെ കഷ്ണങ്ങളും നമുക്ക് പലതും ഇടാം. ഇപ്പോൾ ഞാനിന്ന് കുമ്പളങ്ങ വെച്ചിട്ടാക്കും, നമുക്കിത് വെള്ളരിക്ക വെച്ചിട്ടും ആക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണമൊക്കെ നന്നായി വന്നിട്ടുണ്ട്, പാകമായി ഇപ്പോൾ വെള്ളം. ഓക്കെ, ഇനി നമ്മൾ തീ കത്തിക്കുന്നതിന് മുന്നേ തന്നെ ഈ അരപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ തൈരൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പ് വേണം ഫസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അടുപ്പ് ഓണാക്കിയിട്ട് നമ്മൾ കൈവിടാതെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു തിള വരുന്ന കാണുമ്പോഴേക്ക് തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. തുരുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തുരുത്ത് പോകാണ്ടിരിക്കാനാണ് കണ്ടിന്യൂസായി ഇളക്കി നോക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ മിക്സിയിലേക്ക് ഈ കട്ട തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ലൊരു കട്ടി പരുവത്തിലാണ് നമ്മുടെ പുളിശ്ശേരി ഉള്ളത്, നല്ല പാകത്തിലുണ്ട്. ഇനി നമ്മളധികം തിളപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡിയാണ്. ഇനി നമുക്കിതിലേക്കില്ല താളിപ്പ് മാത്രം വേണ്ട. ഞാനൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മോരൊഴിച്ച കറിയൊക്കെ നമ്മുടെ വയറിനും നല്ലതാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിനകത്ത് കൂടെ ഒരു മീൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതി ഊണ് കഴിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ താളിപ്പിന് വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 സ്പൂണോളം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഉലുവ ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആക്കി നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.